ഇന്ന് നമുക്ക് സെയിൽസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് സെയിൽസിൽ പോവുക, ഇൻവോയ്സസ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ന്യൂവിൽ പോവുക. ഇവിടെ നമുക്ക് കസ്റ്റമർ ഓൾറെഡി ഒരെണ്ണം ക്രിയേറ്റഡ് ആണ്, നമുക്ക് പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ന്യൂ കസ്റ്റമർ കൊടുക്കുക. ഇവിടെ പോയിട്ട് ഗ്ലോറിയസ്, ഇവിടെ ഡിസ്പ്ലേ നെയിം അത് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ വന്നു ബിസിനസ്സാണ്, ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക, മൊബൈൽ ഉണ്ടെങ്കിൽ കൊടുക്കുക, അഡ്രസ്സ് ഇവിടെ കൊടുക്കാൻ ഓപ്ഷൻസ് ഉണ്ട്, അത് കൊടുക്കുക. കസ്റ്റം ഫീൽഡ്, റിപ്പോർട്ടിംഗ് ടാഗ്സ്, ഇതൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇത് നമ്മൾ ഇതിപ്പം ഇന്ത്യൻ്റെ ആണ്, അതുകൊണ്ട് നമ്മൾ INR-ലാണ് ചെയ്തിരിക്കുന്നത്. UAE വാറ്റിൻ്റെ പ്രത്യേകിച്ച് വേറെ നമ്മൾ നോക്കുന്നുണ്ട്, വേറെ സെക്ഷൻ. അപ്പോൾ ഇതിവിടെ വന്നു. ഓക്കെ, ഇവിടുന്ന് വന്നു. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഫയൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, സേവ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് അതിവിടെ സേവ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. അതുകൊണ്ട് നേരത്തെ ചെഷ് ബോൺ വെരിറ്റാസ് നേരത്തെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അവർക്കൊരു ഇൻവോയ്സ് ചെയ്യാൻ പോവാം. ഇത് വന്നിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഇൻവോയ്സ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ഇൻവോയ്സ് നമ്പറാണ്, ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ, ഇത് വന്നു. ഇത് നമുക്ക് സെറ്റിങ്സ് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. പിന്നെ നമ്മൾ ഇന്നത്തെ ഡേറ്റിന് ഒരു ഇൻവോയ്സ് ചെയ്യുകയാണ്, ഡ്യൂ ഓൺ റെസിപ്റ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞാണ് നമുക്ക് പൈസ കിട്ടുന്നത് എന്ന് നമ്മളിവിടെ കൊടുക്കുക. 15 ദിവസം കഴിഞ്ഞാണ്, അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ടാണ്, 45 ദിവസം കഴിഞ്ഞിട്ടാണ്, ഈ മാസത്തിന് എൻഡിലാണ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് റിപ്പോർട്ടിങ്ങിൽ അത് വർക്കൗട്ട് ആവും. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പൈസ കിട്ടിയത് ഡ്യൂ ഓൺ റെസിപ്റ്റ് അത് കൊടുത്തു. ആ ഡേറ്റ് ഡ്യൂ ഓൺ ഓൾറെഡി വന്നു. നമുക്കിവിടെ സെയിൽസ് പേഴ്സൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ട്, ഞാനത് തന്നെ സെലക്ട് ചെയ്യുമോ. അല്ലെങ്കിൽ നമ്മളിവിടെ പോയിട്ട് ഇവിടെ ന്യൂ സെയിൽസ് പേഴ്സണും പേരും ഇതും കൊടുത്ത് സേവ് ചെയ്താൽ ഇതുപോലെ താഴെ വരും. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ബജറ്റ് അത് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ് സർവീസസ് ആണ് ഒരു മെയിൻ ഹെഡ്, അത് നമുക്കവിടെ കൊടുക്കാം, അക്കൗണ്ടിങ് സർവീസസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റമാണ്. പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ആഡ് ന്യൂ ഐറ്റം കൊടുക്കുക. ഗുഡ്സ് ആൻഡ് സർവീസ് ആണെന്ന് നോക്കുക. ഇതിപ്പോൾ നമുക്ക് GST ഫയലിംഗ്, അത് ഡിപ്പെൻസ് ആണ്. ഐറ്റംസ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഓരോന്നും, അത് വേണമെങ്കിൽ പ്രത്യേകിച്ച് പിന്നീട് ക്ലാസ് ഇടാം. ഇത് INR, ഇതെന്തായാലും കൊടുത്ത് കമ്പൽസറി കൊടുത്തേ വരത്തുള്ളൂ. നമ്മളിതൊരു 250 രൂപ തൽക്കാലം കൊടുക്കുക. ഇവിടെ കോസ്റ്റ് പ്രൈസ് ഒരു 200 രൂപയെ നമ്മൾ കാണിക്കുക. സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഹെഡിങ്ങും നമ്മൾ ശ്രദ്ധിച്ചോണം. ഇതൊക്കെ സേവ് ചെയ്യുക. ഇപ്പം നമ്മൾ ഐറ്റം അവിടെ GST ഫയലിംഗ് ക്രിയേറ്റ് ആയി 250 രൂപ ഇതായിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ഫോർ ദി ഇയർ 2024 2025 എന്ന് പറഞ്ഞ് കൊടുക്കാം. അത് കൊടുത്തു. നമുക്ക് ഇതിൽ നമ്മൾ VAT TDS ഇതൊന്നും കൊടുത്തിട്ടില്ല. സെറ്റ് എവിടെ ഉണ്ടെങ്കിൽ ടാക്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഡിസ്കൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. TDS കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവ് ഡ്രാഫ്റ്റ് കൊടുക്കാം. സേവ് ആൻഡ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇമെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അതങ്ങ് പോകും. പൈസ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ പേയ്മെൻറ്റ് കിട്ടിയെന്ന് നമുക്ക് പറയാം. ഇല്ലെങ്കിൽ സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കുക എപ്പോഴും. അപ്പം നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻവോയ്സ് 250 രൂപ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണ്, GST ഫയലിങ്ങിന് 250 രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻവോയ്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി സെൻഡ് ഇൻവോയ്സ് ഇമെയിലുണ്ടെങ്കിൽ കൊടുക്കാം, അത് പോവും. അല്ലെങ്കിൽ മാർക്കാ സെൻഡ് കൊടുത്താൽ ഇത് നമുക്ക് അപ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടിൽ ഇത് റിഫ്ലക്റ്റ് ആവുന്നത്. ഇത് ഡ്രാഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ നമുക്കിന്നത്തെ എന്ത് എഡിറ്റിങ്ങുകൾ വേണമെങ്കിലും നടത്താൻ പറ്റും. മാർക്കാ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ റിപ്പോർട്ടിലോട്ട് നമ്മൾ ആവുക മാർക്കാ സെൻഡ്. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻവോയ്സ് കൊടുക്കുന്നത്. ഇനി നമുക്ക് പേയ്മെൻറ്റ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേണം, റെക്കോർഡ് പേയ്മെൻറ്റ്സിൽ പോവാം. റെക്കോർഡ് പേയ്മെൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ കസ്റ്റമർ ഓട്ടോമാറ്റിക്കലി വന്നു. ഈ ഇൻവോയ്സ് റെഫറൻസ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക, Ctrl+C അടിക്കുക, ഇവിടെ വരിക, പേസ്റ്റ് ചെയ്യുക, Ctrl+V അടിക്കുക. എന്നിട്ട് ബാങ്ക് ചാർജസ് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുക. നമ്മൾ ഏത് ദിവസമാണ്, ഇന്നത്തെ ദിവസം നമ്മൾ പൈസ കിട്ടിയെന്ന് വെച്ചോ, എവിടെയാണ് കിട്ടിയത്. നമ്മൾ ബാങ്കിനകത്ത് ചെയ്തിട്ടില്ല. അൺഡിപ്പോസിറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡാണ്.
ക്യാഷ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ബാങ്ക് നമ്മളിതുവരെ ഇതിനകത്ത് ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ സേവാസ് ഡ്രാഫ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം, സേവാസ് പെയ്ഡ് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ വന്നു, ഇത് നമ്മുടെ റിപ്പോർട്ടിങ്ങിൽ വന്നു, പെയ്ഡ് വന്നു, റെസിപ്റ്റ് ക്രിയേറ്റ് ആയി. നമുക്കിത് വേണമെങ്കിൽ PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അതല്ലേ പ്രിൻ്റ് കൊടുക്കണമെങ്കിൽ പ്രിൻ്റ് കൊടുക്കാം. PDF ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ റെസിപ്റ്റ് PDF ആയിട്ട് ഇതാ ഇവിടെ വന്നു, അവിടെ പോയി. അപ്പം ഇതാണ് ഇൻവോയ്സിൻ്റെ കേസിലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ദിവസം. അടുത്ത ദിവസം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നോക്കാം. ശരി, അപ്പം